ഒരുപാട് നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ കണ്ട പടം ലോകേഷ് കനകരാജ്, അതേപോലെ തന്നെ രജനീകാന്തിനെക്കാട്ടിലും കൂടുതൽ ലോകേഷ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനോടുള്ള ആ ഒരു വിശ്വാസം കൊണ്ടാണ് ഈ ഒരു പടം പോയി കണ്ടത്. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒരു ഫിലിമിന്റെ റിവ്യൂ പറഞ്ഞിട്ടില്ല, പക്ഷെ ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ കിടന്ന ഒരു അലട്ടലുണ്ടായിരുന്നു. ഇതിനെ പറ്റിയിട്ട് രണ്ടു വാക്ക് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വീഡിയോക്കകത്ത് ഇങ്ങനെ ഒരു വിഷയത്തെ പറ്റി പറയുന്ന ഒരു ഫിലിം റിവ്യൂ കാര്യങ്ങളൊന്നുമില്ല. ഒരു സാധാരണപ്പെട്ട ഒരാള് പറയുന്ന കണ്ടു അദ്ദേഹം അയാളുടെ വായിന്ന് വരുന്ന വാക്കുകൾ അങ്ങനെ മാത്രം കണ്ടാൽ മതി. അപ്പം ഈ ഒരു പടത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയാം, ജയിലർ, അതുപോലെ വിക്രം, പിന്നെ എമ്പുരാൻ, ഈ മൂന്ന് പടം കണ്ടിട്ടുള്ള ആൾക്കാരാണ്, അറ്റ്ലീസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പടം കാണേണ്ട കാര്യമില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് കണ്ടപ്പോ ആദ്യം ഞാൻ LCU ആണോ എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ LCU അല്ല എന്ന് പറഞ്ഞു. LCU അല്ലെന്ന് തന്നെ മനസ്സിലായി. കണ്ടു തുടങ്ങിയപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് LCU അല്ലെന്ന് തന്നെ മനസ്സിലായി. തുടക്കം നമുക്ക് ഇതായിട്ട് വിക്രം പോലെ ഫീൽ ചെയ്യും. തുടക്കം ഒരു ഇന്റർവ്യൂ പഞ്ച് അത്യാവശ്യം നല്ലതാണ് എന്നാണ് പറഞ്ഞത്. ഇന്റർവ്യൂ പഞ്ച് പക്ഷെ അത് ഏറ്റില്ല. അതൊക്കെ കൊണ്ട് നിർത്തുന്ന ആ ഒരു സംഭവം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒരു ജയിലറിന്റെ ഒരു ഫീലിങ്സിലോട്ട് വന്നു. ത്രൂ ഔട്ട് ഒരു എൻഡിങ്ങിന് ഒരു 20 മിനിറ്റിന് മുമ്പ് തന്നെ ഒരു ജയിലറിന്റെ ആ ഒരു രീതി തന്നെ മുമ്പോട്ട് പോയി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു എമ്പുരാൻ ഫീലാണ് വന്നത്. അത് കഴിഞ്ഞ് വന്ന സീക്വൻസും കാര്യങ്ങളൊക്കെ ഒരു എമ്പുരാന്റെ അതേ ഒരു രീതിയിലോട്ടാണ് വന്നത്. ഇങ്ങനെയാണ് പടം വന്ന് അവസാനിച്ചത്. ലോകേഷ് ഇത്ര തള്ളും എന്ന് ഞാൻ കരുതിയില്ല. അന്നാ സിനിമ അത്രയ്ക്ക് ബോറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ ഇരുന്ന് കാണാം എന്നുള്ളത്. അപ്പൊ ഇതിനകത്തില് കുറെ സംഭവങ്ങൾ അവരിങ്ങനെ കാണിച്ച് പോകുന്നുണ്ട്. മീൻസ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവും. എന്നാൽ അതിനനുസരിച്ച് BGM ഉണ്ടായിരുന്നു. BGM നല്ല വർക്കായിരുന്നു. BGM നല്ല രീതിയിൽ തന്നെ പോയി. എസ്പെഷ്യലി ആ ഒരു രജനീകാന്തിന്റെ തന്നെ പഴയ കുറച്ച് ഫ്ലാഷ് ബാക്ക് കാണിച്ചിരിക്കുന്ന ഒരു പാർട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ പാർട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. അതിന്റെ BGM ഒക്കെ വർക്കായി. പക്ഷെ അതൊന്നും നമുക്കൊന്ന് കൈയടിക്കാനോ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ ഒരു രോമാഞ്ചം വരുന്ന പോലെ വന്നില്ല. എല്ലാ കമ്പോണന്റും ഉണ്ടായിരുന്നു. മീൻസ് രോമാഞ്ചം വരുത്തേണ്ട എല്ലാ കമ്പോണന്റും ഉണ്ടായിരുന്നു. എസ്പെഷ്യലി രജനീകാന്തിന്റെ ആ ഒരു പഴയ സിനിമകളിലെ സ്വാഗും കാര്യങ്ങളും അദ്ദേഹത്തിന്റെ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായി. ആ സാധനമൊക്കെ വർക്കൗട്ടായി. പക്ഷെ എങ്കിലും നമുക്ക് കൈയടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കണ്ട് നമ്മൾ എക്സ്പെക്റ്റഡ് ആയി പോകും. അതാണ് ഇവിടെ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു വീഴ്ച. എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് റിപ്പീറ്റഡ്. ഞാൻ ഈ പറഞ്ഞ പല സിനിമകളും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തന്നെ അത്രയും ഹൈപ്പിൽ അത്രയും രീതിയിൽ കൊണ്ടിറക്കിയിട്ടേക്കുന്ന സാധനങ്ങളായപ്പോ തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് തോന്നും. നമുക്ക് വിക്രത്തിനകത്ത് തന്നെ ഒരു സ്ത്രീയുടെ ഒരു രൂപമാറ്റം അതിനകത്ത് കാണിച്ചിരുന്ന ഒരു വേലക്കാരി, അതേപോലെ തന്നെ ഒരു രൂപമാറ്റം ഈ ഒരു പടത്തിലുണ്ട്. അപ്പൊ അതൊരു നല്ലൊരു സീനാണ്. നല്ല രീതിയിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു സാധനമാണ്. പക്ഷെ അത് കണ്ടിട്ടും നമുക്ക് ഒന്നും തോന്നിയില്ല. ഒന്നും തോന്നാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് നല്ല രീതിയിൽ തന്നെ, എനിക്ക് ആ ലേഡിയുടെ പേരറിയത്തില്ല, അവര് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും അത് ക്ലിക്കായില്ല. കാര്യം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ പ്രശ്നം അതാണ്. പലരും, ഞാൻ ഇതുപോലെ പല റിവ്യൂസും കാര്യങ്ങളും ഒക്കെ എടുത്തു നോക്കി. പലരും ഈ സിനിമ കളിയാക്കി, ലൊക്കേഷനെ കളിയാക്കി ഒക്കെ സാധനം ഇട്ടു. പക്ഷെ കാരണം എന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത് റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്തിൽ അഭിനയിച്ചത് ശ്രുതി ഹാസൻ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചു. അത്യാവശ്യം ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഉപേന്ദ്രയുടെ നല്ല സ്വാഗായിരുന്നു. ഉപേന്ദ്ര കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ഒരു റോളായിരുന്നു. അത് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു. അത് കൈയടിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. പക്ഷെ മൊത്തത്തിൽ ഇങ്ങനെ ആയതുകൊണ്ട് അതിനകത്ത് ഇപ്പൊ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ നാഗാർജുനെ ആ ഒരു റോള് വന്നപ്പോഴും ദാറ്റ് ഇസ് ഗുഡ്, നല്ല രീതിയിലാണ് എന്ന് നമുക്ക് പറയാം. അല്ലാണ്ട് വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ആ റോളിനെ അങ്ങ് കൊണ്ടുപോയി, ബോറല്ലാത്ത രീതിയിൽ കൊണ്ടുപോയി എന്ന് പറയാം. പിന്നെ സൗബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സൗബിന്റെ ആ ഒരു സൗണ്ടിന്റെ ഒരു പോരായ്മ ഉണ്ട്.
എങ്കിലും ആ ഒരു സൈക്കോ ലെവലുള്ള ഒരു രീതിയിലോട്ട് തന്നെ അത് വർക്കൗട്ട് ചെയ്തു. എന്നാലും ഈ ഭീഷ്മപർവ്വം കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് നല്ല രീതിയിൽ ചെയ്തു, പക്ഷെ പുള്ളിയെ കൊണ്ട് എടുത്താൽ പോകുമെന്നൊരു ഡൗട്ട് ഉണ്ട്. ആ ഒരു ഡൗട്ട് ഇവിടെ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടേയിരുന്നു ത്രൂ ഔട്ട്. പക്ഷെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു വെച്ചു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചു. പിന്നെ രജനീകാന്ത് ആസ് യൂഷ്വൽ സ്റ്റണ്ടൊക്കെ നമുക്ക് കുറച്ച് ബോറായിട്ട് തോന്നിയെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയിൽ തന്നെ കൊണ്ടുവരാൻ പറ്റി. പിന്നെ ഇതിനകത്തില് എടുത്തു പറയട്ടെ, ഞാൻ ആ പറഞ്ഞ ലേഡിയുടെ ക്യാരക്ടർ, അത് നല്ല ക്യാരക്ടർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയെല്ലാം ക്യാരക്ടേഴ്സും നമുക്ക് വലിയൊരു വാവ് ഫീലോ കാര്യങ്ങളോ ഒന്നും ഇല്ല, മോശമില്ലാത്ത രീതിയിൽ സംഭവം കൊണ്ടുപോയി എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. പിന്നെ ലോകേഷ് ഇത്രയും ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. ഇന്റർവ്യൂ പഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംഭവം കൊണ്ട്, പക്ഷെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് അന്നേരം ഒന്നും മനസ്സിലാവത്തില്ല. ചുമ്മാ ഒരു സാധനം കൊണ്ടുവന്നു, അവരുടെ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് ജസ്റ്റ് ഒന്ന് ലീഡ് ചെയ്തിട്ടു. പിന്നെ അതിനെ കണക്ട് ചെയ്തേക്കുന്ന സാധനങ്ങളും ഒക്കെ ആസ് യൂഷ്വൽ നമ്മൾ വിക്രത്തിനകത്ത് വേറെ രീതി കണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഒരു ആശ്ചര്യമോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. സോ ഞാൻ വീണ്ടും പറയുന്നു, റിപ്പീറ്റഡ് വാല്യൂ ആണ് ഇവിടെ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടി, ലാഗ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതായത് ഒരു പണ്ടത്തെ ഒരു മനുഷ്യന്റെ അവസ്ഥയല്ല. മനുഷ്യൻ നല്ല തിരക്കിക്കടാണ് പോകുന്നത്. അവര് 2-2.5 മണിക്കൂർ, മാക്സിമം 2 മണിക്കൂറൊക്കെ അവർ സിനിമയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അവര് നല്ല രീതിയിൽ തന്നെ ഇറങ്ങുമ്പോൾ അവസാനം മനുഷ്യന് തന്നെ തോന്നും, അയ്യോ ഇത് പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്ന് തോന്നും. ആ ഒരു ടൈമിൽ സിനിമ അവസാനിപ്പിക്കണം. ഇത് ഒരു 3 മണിക്കൂറൊക്കെ വെച്ച് വലിച്ചഴച്ച് കുറെ ആവശ്യമില്ലാത്ത സീനുകളും കാര്യങ്ങളൊക്കെ കാണിച്ച് ആ ഒരു ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഒരു RX സെന്ററൊക്കെ വെച്ചിട്ട് ഫോർച്യൂണറൊക്കെ പിടിക്കുന്ന രംഗമൊക്കെ ഉണ്ട്. അതൊക്കെ എന്നാ ലോജിക്കാണ്, വാട്ടവർ എന്തിലൊക്കെ ആയിക്കോട്ടെ. കാര്യം ഇവരെ ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഓരോ ആൾക്കാരൊക്കെ വെച്ചിട്ട് ഓരോ സ്റ്റേറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലോട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ആ സ്റ്റേറ്റിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനത്തെ രംഗങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ചില ഫൈറ്റ് കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ ഇതിനകത്ത് ഞാൻ പറയാതെ വെച്ചിരിക്കുന്ന ഒരു പേരുണ്ട്, അത് ഞാൻ ഏറ്റവും അവസാനം പറയാൻ വെച്ചേക്കുന്നത്, എന്നാലും ഞാനൊക്കെ പറയുകയാണ്. അതായത് അമീർ ഖാൻ എന്ന് പറയുന്ന ഒരാളെ, എനിക്കൊന്ന് പുള്ളിക്ക് പൈസയ്ക്ക് എന്തോ വലിയ അത്യാവശ്യം ഉണ്ടായിട്ട് ചെയ്തതെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ പിന്നീട് ഞാൻ കണ്ടപ്പോൾ മനസ്സിലായി അദ്ദേഹം പൈസ വാങ്ങിക്കാതെ രജനീകാന്ത് എന്ന് പറഞ്ഞ പേര് കണ്ടുകൊണ്ട് അതിന്റെ ഒരു രീതിയിൽ വന്ന് അഭിനയിച്ചാണെന്ന് മനസ്സിലായി. അപ്പം അദ്ദേഹം ജസ്റ്റ് ആ കഥയൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. കാര്യം ഇത്രയും വലിയ ഒരു നോർത്ത് ഇന്ത്യയിൽ ഇന്ത്യ ഒട്ടാകെ ഇത്രയും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് അത്രയും ഒരു നല്ലൊരു എൻട്രിയും കൊടുത്ത് വെച്ചിട്ട് പുള്ളി ഒരുമാതിരി ഒരു ഒന്നുമില്ലാത്ത രീതിയിലാക്കുന്ന പോലെ ആയിപ്പോയി. ആ ലുക്കാണെങ്കിലും ലുക്ക് തന്നെ പുള്ളിയിൽ നിന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ലുക്കാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും, അങ്ങനത്തെ ലുക്കാണ് പുള്ളി. ഇനി അത് തന്നെയാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ചിരി വരും. ആ ഒരു വേസ്റ്റ് ഓഫ് ദ ക്യാരക്ടർ. അതൊരു യൂത്ത് ആയിട്ടുള്ള ഏതെങ്കിലും ഇവൻ മലയാളീസോ അല്ലെങ്കിൽ തമിഴിൽ നിന്നുള്ള ഒരു യൂത്ത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു നായകനൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായേനെ എന്ന് പറഞ്ഞു. മീൻസ് അമീർ ഖാന്റെ റോൾ, അമീർ ഖാൻ നല്ലതല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അമീർ ഖാനെ കൊണ്ട് ഒരു മിസ്കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവസാനം ഒരു കോമഡി ആയിട്ട് ഫീൽ ചെയ്തു. എനിക്ക് മൊത്തത്തിൽ ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രുതിഹാസനും ഒന്ന് ഉപേന്ദ്രയാണ്. മറ്റേതെല്ലാം എനിക്ക് മൊത്തത്തിൽ ഓക്കെ എന്ന് പറയുന്നത്, ഈവൻ രജനീകാന്ത് പോലും ഓക്കെ എന്ന് പറയുന്ന രീതിയിലോട്ട് മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ലോകേഷിന് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു അങ്ങനെ ഒരു കോലം കെട്ടി നമുക്ക് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമല്ലോ. അങ്ങനെ മാത്രം ഈ ഒരു പടത്തിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാൽ മതി. പിന്നെ എനിക്ക് ലോകേഷ് എന്തായാലും എന്റെ വീഡിയോ കാണത്തില്ല, അപ്പൊ കാണുന്നവരോ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ അറിയിക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിനോട് എല്ലാവരും പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ രീതിയിൽ തന്നെ ഇനിയിപ്പോ കൈത്തി 2 അതല്ലെങ്കിൽ ബാക്കി LCU ആയിട്ട് കണക്ട് ചെയ്ത സാധനങ്ങൾ ഇങ്ങനെ മറ്റേ ഒരു രീതിയിലോട്ട് തന്നെ നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും എന്ന് തന്നെ പറയുള്ളൂ. അതിന് എത്ര നല്ല BGM കുത്തിക്കയറ്റി എങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും പൊട്ടിപ്പോവും. അതായത് ഇതേ രംഗത്ത് തന്നെ ഒരു പെട്ടി വന്ന് വീഴുന്ന രംഗമുണ്ട്. പെട്ടി വന്ന് വീണപ്പോ ഞാൻ ഉടനെ പ്രതീക്ഷിച്ചു ഇനി മറ്റേ 100 പേരെ കൊല്ലുന്ന തോക്ക് വരുമെന്ന്. പക്ഷെ അതിന് വരും വേറൊരു സാധനമാണ് തന്നെ. അതെങ്കിലും ഒന്ന് ഒഴിവാക്കിയ സന്തോഷം. കാര്യം അതിപ്പോ വരും, എപ്പോ വരും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും അത് വന്നില്ല. അപ്പൊ അതുകൊണ്ട്
പ്രേക്ഷകരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എപ്പോഴും ഒരു സാധനം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ വർക്കൗട്ട് ആവില്ല. ഈ ഒരു സംഭവം എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സാധനം എങ്ങനെ വർക്കൗട്ട് ആയി എന്നുള്ളത് നിങ്ങൾ ഈ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയുക. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്നു പറയാം. ഓക്കെ. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഓക്കെ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.